ഇനി നോൺ മെഹ്റം ആരൊക്കെയാണ്? വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ് കസിൻസ്മാർ. ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ എല്ലാ കസിൻസ്മാരും നോൺ മെഹ്റം ആയിരിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാ പുരുഷ കസിൻസ്മാരും നോൺ മെഹ്റമാണ്. പുരുഷന്മാർക്ക് എല്ലാ സ്ത്രീ കസിൻസ്മാർ നോൺ മെഹ്റമാണ്. ഇനി സ്ത്രീകൾക്ക് തൻ്റെ പിതാവിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ്മാർ നോൺ മെഹ്റമാണ്. അതേപോലെ തൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ്മാരും നോൺ മെഹ്റമാണ്. ഇനി സ്ത്രീകൾക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് തൻ്റെ അളിയാക്കന്മാർ എന്ന് നാം പറയും. തൻ്റെ ജ്യേഷ്ഠത്തിയുടെ അനുജത്തിയുടെ ഹസ്ബൻഡ്മാർ, ഇവർ നോൺ മെഹ്റമാണ്. ഇനി കല്യാണം കഴിഞ്ഞവളാണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ പിതാവ്, തൻ്റെ മകൻ വിട്ട് ബാക്കി എല്ലാവരും നോൺ മെഹ്റമാണ്. ഭർത്താവിൻ്റെ ബ്രദേഴ്സ് പോലും നോൺ മെഹ്റമാണ്. ഇത് പലരും നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്. ഇനി പുരുഷന്മാർക്ക് ആരൊക്കെയാണ് നോൺ മെഹ്റം എന്ന് പറഞ്ഞാൽ, ആദ്യമായി ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ എല്ലാ കസിൻസ്മാർ, പിന്നീട് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വൈഫ്മാർ, അത് വിട്ടാൽ പിന്നീട് തൻ്റെ പിതാവിൻ്റെ ബ്രദേഴ്സിൻ്റെ വൈഫ്മാർ, ഇവരെല്ലാവരും നോൺ മെഹ്റമാണ്. അത് കഴിഞ്ഞാൽ തൻ്റെ ബ്രദേഴ്സിൻ്റെ വൈഫ്, അതായത് തൻ്റെ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ഭാര്യമാർ ഞങ്ങൾ ബാബി എന്ന് വിളിക്കും. ഇനി കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ ഉമ്മ, തൻ്റെ മകൾ വിട്ട് പിന്നെ എല്ലാവരും നോൺ മെഹ്റമാണ്. തൻ്റെ ഭാര്യയുടെ സിസ്റ്റേഴ്സ്മാരും നോൺ മെഹ്റമാണ്. അപ്പോൾ ഇത്ര ആൾക്കാരാണ് നോൺ മെഹ്റമീങ്ങൾ. ഇവരുടെ മുമ്പിൽ ഹിജാബിലും സംസാരത്തിലും ലിമിറ്റേഷൻ ഉണ്ട്. ഇനി മെഹ്റമീങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഹിജാബ് എത്രയാണ്? ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് മുഖയും മുങ്കയും വിട്ട് ബാക്കി എല്ലാ സ്ഥലവും ഔറത്താണ്. കൂടിപ്പോയാൽ തലമുടിയും ചങ്കും കൈമുട്ടും, ഇത്ര എക്സ്ക്യൂസ് ഉണ്ട്. ഇത് ചില പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഇനി നോൺ മെഹ്റമിൻ്റെ മുമ്പിൽ നമ്മുടെ ഔറത്ത് എത്രയാണ്? ശരീരം മുഴുവനും ഔറത്താണ്. കൂടുതൽ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഇത്. ഷാഫി മദ്ഹബ് പ്രകാരം മുഖവും മുങ്കയും വിട്ട് ബാക്കി സ്ഥലമാണ് ഔറത്ത്. പിന്നെ അധിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ശരീരം മുഴുവനും ഔറത്താണ് എന്ന്. കാരണം മുഖമാണ് പെണ്ണിൻ്റെ സീനത്തിൻ്റെ മർക്കസ്, അതായത് സൗന്ദര്യത്തിൻ്റെ കേന്ദ്രം അവളുടെ മുഖമാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർ ആദ്യമായി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്ത്രീകളുടെ മുഖം നോക്കുന്നത്. മുഖം പിടിച്ചാൽ പിന്നെ സംബന്ധവും ബാക്കി കാര്യങ്ങളും ആണ് നോക്കുന്നത്. പിന്നീട് പുരുഷന്മാർ കൂടുതൽ അട്രാക്റ്റ് ആകുന്നത് പെണ്ണിൻ്റെ മുഖത്തിലേക്കാണ്.